ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് കോർണർ. ഇന്ന് നമുക്ക് എങ്ങനെ സോൾഡർ ചെയ്യാമെന്ന് നോക്കാം. അത് വേണ്ട സാധനങ്ങൾ: ഒരു സോൾഡറിങ് അയൺ, ഇത് 25 വാട്ടിനെയാണ്, സോൾഡറിങ് വയർ, പിന്നെ ഫ്ലെക്സ്, പിന്നെ ഒരു ഡാമ്പ് സ്പോഞ്ച് വേണം, അത് നനഞ്ഞ സ്പോഞ്ച് വേണം. പിന്നെ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 2 വയറാണ്, അതാണ് സോൾഡർ ഞാൻ എടുത്തേക്കുന്നത്. ആദ്യമേ ഞാൻ 2 വയർ എടുത്തു, അത് പിരിച്ചു. 2 വയറിൻ്റെ അറ്റം പിരിക്കണം. രണ്ടിടത്തും ഞാൻ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മുടെ സോൾഡറിങ് ഒരു മിനിറ്റെങ്കിലും ഓൺ ആക്കിയിടണം. എന്നിട്ട് അതിന് മുമ്പ് അതിലൊരു ഓക്സിഡേഷൻ്റെ ലെയർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലെയർ തൂക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ തൂക്കുന്നത്. തൂത്ത് കളയുമ്പം നമുക്കിങ്ങനെ അതിൻ്റെ ലെയർ കളയാം. എന്നിട്ട് സ്വല്പം സോൾഡറിങ് വയർ എടുത്തിട്ട് അതിൻ്റെ അറ്റത്തോട് ചെറുതായിട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കണം. അപ്പം ഇത് ചെറുതായിട്ട് സോൾഡർ നമ്മുടെ ടിപ്പിൽ ഒരു കോട്ടിങ് പോലെ വരാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള കോട്ടിങ്ങാണ്. നല്ലവണ്ണം തൂക്കണം. സ്പോഞ്ച് നനഞ്ഞിരിക്കണം. സ്പോഞ്ച് നനഞ്ഞില്ല, അവിടെ കരിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാം. കണ്ടില്ലേ? ഇനി ഫ്ലെക്സ് എടുക്കണം. നമ്മുടെ വയർ ഞാനിവിടെ ഇപ്പോൾ അത് മുക്കി പൊക്കുകയാണ് ചെയ്യുന്നത്. 2 വയറിന് പീസെടുത്ത് ഞാൻ മുക്കി പൊക്കുന്നുണ്ട്. വയർ നല്ലോണം പറ്റാൻ നമ്മൾ നോക്കണം. ഫ്ലെക്സ് നല്ലോണം പറ്റിയാൽ മാത്രമേ അതൊരു ഈവൻനെസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ അവിടെ ഇവിടെയും സോൾഡർ വെറുതെ അവിടെ ഇവിടെയും ആയി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പം കെയർഫുള്ളായിരിക്കണം. ഒരിക്കലും നമ്മുടെ കയ്യിൽ ചൂട് സോൾഡർ വീണ അല്ല 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ്, നമ്മുടെ കൈ പൊള്ളാൻ വരെ സാധ്യതയുണ്ട്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടിപ്പെടുത്ത് നമ്മുടെ 2 ഭാഗങ്ങളെയും മുട്ടിച്ച് നിർത്തണം. അതിൻ്റെ വയർ എടുത്ത് കൃത്യം അതിൻ്റെ ജോയിൻറ്റിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് മുട്ടുന്നതനുസരിച്ച് അത് ഉരുകും തുടങ്ങും. എപ്പോഴും ശ്രദ്ധിക്കണം, സോൾഡറിങ് അയൺ ചൂടായിരിക്കണം. ചൂടായാൽ മാത്രമേ നമുക്ക് കൃത്യം പെർഫോമൻസിൽ അത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കാണാം, അത് വയർ നല്ലോണം കൂട്ടി യോജിച്ചിട്ടുണ്ട്. ഒന്ന് വലിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും, എന്നാലേ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റത്തുള്ളൂ.